ആന ഇടയുക അല്ലെങ്കിൽ വിരളുക അല്ലെങ്കിൽ പോകാനുള്ളൊരു വട്ടം കൂട്ടൽ കാണിക്കുമ്പോൾ അതിനൊക്കെ സിംറ്റംസ് തരും. ഇങ്ങനെ ചെവി ഇങ്ങനെ എടുക്കും, വാല് സ്ട്രെയിറ്റ് ആവും, അത് കഴിഞ്ഞിട്ട് തല എടുത്ത് പിടിക്കും, പിന്നെയാണ് ഓടുക. അപ്പം ഈ ലക്ഷണം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആനയുടെ നേരെ മുമ്പിൽ കയറി അങ്ങ് ചേരണം. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ 2-3 അടി അടിക്കണം. ഒന്നുമില്ലേ വടിയില്ലേ കൈ കൊണ്ട് അടിക്കണം. ആന അവിടെ നിൽക്കും. ഇതാരെ കൊണ്ട് പറ്റും? നമ്മളെ കൊണ്ട് പറ്റുകയില്ല. നമ്മുടെ നാട്ടിലുള്ളൊരു പാപ്പാനെ കൊണ്ടും പറ്റുകയില്ല. നമ്മൾ ഒരിക്കലും പരിചയമില്ലാത്ത ഒരു രീതിയിൽ ആനയുടെ അടുത്ത് പെരുമാറുക എന്നുള്ള നമ്മുടെ പാപ്പന്മാരുടെ സിസ്റ്റത്തിലില്ല, അവരുടെ ആ ഒരു സിലബസിലില്ല എന്നർത്ഥം. അവർ പഠിച്ച രീതിയിലില്ല. അപ്പോൾ അത് ചെയ്യാൻ ഒക്കുകയില്ല. ആന പോട്ടെന്ന് വയ്ക്കും അല്ലട ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരാനക്കാരൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആന തൃപ്പൂണിത്തുറയ്ക്ക് എഴുന്നള്ളിപ്പിന് വൈക്കത്തുനിന്ന് നടന്ന് അങ്ങോട്ട് പോവുകയാണ്. സന്ധ്യ ആവാറായി. ഭയങ്കര ഘോരമായ മഴ, ഇടിയും മിന്നലും. ഒരു ഉദയം പേരൂർ ആ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആന വരണ്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണമൊക്കെ കാണിച്ചു. എനിക്ക് തോന്നുന്നു ഈ ആനക്കാരൻ അവന് സുബോധം ഉണ്ടായിരുന്നില്ലായിരിക്കണം. അവൻ ഉടനെ ആനയുടെ കൊമ്പെ പിടിച്ച് ആനയുടെ മുമ്പിലേക്ക് കയറി അങ്ങ് നിന്നു. ഇല്ല ആന എവിടെയെന്ന് പറഞ്ഞു. ആന നിന്നു. അപ്പോൾ അറിഞ്ഞോ അറിയാതെ അയാൾ ചെയ്ത ഒരു കാര്യം ഇതാണ് അതിൻ്റെ ട്രിക്ക്.